നമസ്കാരം. താമരശ്ശേരി കോടഞ്ചേരിയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപിക അലീന ബെന്നി ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് വിദ്യാഭ്യാസ വകുപ്പ്. അധ്യാപിക അലീന ബെന്നിയുടെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി കട്ടിപ്പാറ നസ്രത്ത് LP സ്കൂളിലായിരുന്നു അലീനയ്ക്ക് ആദ്യ നിയമനം നൽകിയിരുന്നത്. എന്നാൽ ഈ തസ്തികയിലേക്ക് ആശ്രിത നിയമത്തിന് അവകാശപ്പെട്ട മറ്റൊരാൾ വന്നതോടെ നിയമനം സ്ഥിരപ്പെടുത്താൻ കഴിയാതെ വരികയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ വർഷം ജൂണിൽ കോടഞ്ചേരിയിലേക്ക് മാറ്റിയത്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ നിയമനവും വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല. ഭിന്നശേഷി സംവരണമാണ് ഇവിടെ നിയമനത്തിന് പ്രശ്നമായതെന്നാണ് വിവരം. 6 വർഷം മുൻപ് 13 ലക്ഷം രൂപ നൽകി ജോലിയിൽ കയറിയിട്ടും ശമ്പളം നൽകുകയോ സ്ഥിര നിയമനം നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ച താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ് മകളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന ബെന്നിയുടെ പിതാവ് ബെന്നി ആരോപിച്ചു. 6 വർഷമായി ശമ്പളം നൽകാത്തതിലുള്ള മനോവിഷമത്തിലാണ് കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നി കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അതേസമയം കോഴ വാങ്ങിയെന്ന ആരോപണം രൂപത നിഷേധിച്ചിട്ടുണ്ട്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന ഈ വർഷം ജൂൺ മുതൽ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലാണ് ചെയ്യുന്നത്. ജോലിക്കായി 6 വർഷം മുൻപ് 13 ലക്ഷം രൂപ മാനേജ്മെന്റ് നൽകിയതായി കുടുംബം പറഞ്ഞു. എന്നാൽ അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. അധ്യാപകർ പിരിവെടുത്താണ് വണ്ടിക്കൂലി നൽകിയിരുന്നത്. കട്ടിപ്പാറ സ്കൂളിൽ ലീവ് വേക്കൻസിയിലാണ് അലീനയെ നിയമിച്ചത്. ഇവിടെ നിയമനത്തിന് സാധ്യതയില്ലായിരുന്നിട്ടും മാനേജ്മെന്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവർക്ക് ജോലി നൽകിയത്. എന്നാൽ അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനയുടെ ജോലി പോയി. കുടുംബം താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്നും ദൂരെയുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് വിവരം. എന്നാൽ ഇതും പാഴ്വാക്കാകുകയായിരുന്നു. സ്കൂൾ മാറ്റ സമയത്ത് കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ ശമ്പളമോ ആനുകൂല്യമോ ആവശ്യമില്ലെന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നു എന്നും പിതാവ് ബെന്നി ആരോപിച്ചു. ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്നതോടെ അലീന മാനസികമായി തളർന്നു എന്നും പിതാവ് പറഞ്ഞു. അലീന സ്കൂളിൽ പോയിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. സ്കൂളിൽ എത്താതിരുന്നതിനാൽ അധികൃതർ പിതാവ് ബെന്നിയെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നു. 3 മണിയോടെ ബെന്നി വീട്ടിലെത്തിയപ്പോഴാണ് അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതോടൊപ്പം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പള കുടിശ്ശിക്ക് അർഹതയില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ നിയമസഭയിലെ മറുപടി വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ അവസ്ഥ വെളിവാക്കുന്നതാണ്. ജൂൺ മുതൽ 2020 ഫെബ്രുവരി എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി നിയമനം ലഭിച്ചവർക്ക് നാഷണൽ അംഗീകാരം നൽകിയ കാലയളവിലെ ശമ്പള കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഈ മാസം നിയമസഭയിൽ സമ്മതിച്ചിരുന്നു. ഈ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് അധ്യാപകർ അർഹരല്ലെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. 2016 മുതൽ 20 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ വിവിധ എയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്ത അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സേവന കാലയളവ് പരിഗണിച്ച് ഇൻക്രിമെന്റ് നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? മേൽപ്പറഞ്ഞ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രസ്തുത അധ്യാപകർക്ക് എന്ന് നൽകുമെന്ന് വ്യക്തമാക്കാമോ എന്നിവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നത്.